ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഒരു കിടിലൻ ചോദ്യം J 2020 കിടിലൻ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കുറച്ച് ക്ഷമ ആവശ്യമുള്ള ക്വസ്റ്റ്യനാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ മാസ് m ആൻഡ് ചാർജ് q മൂവ്സ് അലോങ് x ആക്സിസ് വിത്ത് വെലോസിറ്റി v0. അപ്പോൾ Q എന്ന് പറയുന്നൊരു ചാർജ്, അതിൻ്റെ മാസ് m ആണ്. ഇദ്ദേഹം v0 വെലോസിറ്റിയിൽ x ആക്സിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി v0 ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ശരി, ബാക്കി നോക്കാം. വെൻ ഇറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ, ഇയാൾ എന്ത് ചെയ്തു? ഒറിജിൻ പാസ് ചെയ്യാണ്. ഇവിടെ വരെ എത്തി. ഒറിജിൻ പാസ് ചെയ്യുന്നതും ഇറ്റ് എൻറ്റേഴ്സ് എ റീജിയൻ ഹാവിങ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു -EJ. അപ്പോൾ ഒറിജിൻ പാസ് ചെയ്യുന്നതും ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ചാർജ് ഇനി കടക്കാൻ പോകുന്നത് ഒറിജിന് ശേഷം. ബാക്കി ഇവിടെ വായിക്കാം. വിച്ച് എക്സ്റ്റെൻസ് അപ് ടു x ഈക്വൽ ടു d. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്ര ഭാഗത്തുണ്ട്? മൊത്തം ഉണ്ടോ? ഇല്ല സാർ. x ഈക്വൽ ടു d. കണ്ടോ? x ഈക്വൽ ടു d എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പേസ്, ഇതിനിടയിൽ മൊത്തം എന്തുണ്ട്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താ? E ഈസ് ഈക്വൽ ടു -EJ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് -J ആക്ട് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് y ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ താഴത്തേക്ക് വരച്ചത്. ക്ലിയർ? ഓക്കെ. നമുക്ക് ബാക്കി കഥയും കൂടെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് വായിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ വരുന്ന ചാർജ് ആയിരുന്നു. ഇങ്ങനെ v0 വെലോസിറ്റിയിൽ വരുന്ന ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് Q എന്ന് പറയുന്നൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലേ? യെസ് ഓർ നോ? അതായത് ചാർജ് ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ മേലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ ഫോഴ്സ് മൂലം എന്ത് സംഭവിക്കും സാർ? ഫോഴ്സ് മൂലം ആക്സലറേഷൻ ഉണ്ടാവും, അല്ലേ? ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ആക്സലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്, അതായത് QE/m. ഒരു ആക്സലറേഷൻ ഉണ്ടായി. ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി മാറും, അല്ല? ആക്സലറേറ്റർ ചവിട്ടുമ്പോൾ വെലോസിറ്റി മാറും. ശരി. അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന ചാർജ് എന്ത് ചെയ്യും? ഈ ഫോഴ്സ് കാരണം ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. യെസ് ഓർ നോ? ക്ലിയർ ആണോ? അതായത് ഈ ഒരു സ്പേസിൽ ഇയാൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റൈൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. താഴത്തേക്കുള്ള ഫോഴ്സ് കാരണം, താഴത്തേക്കുള്ള ഈ ആക്സലറേഷൻ കാരണം ഇങ്ങോട്ടേക്ക് വരും. ഇത്രയും ക്ലിയർ അല്ലേ? ശരി, ബാക്കി വായിക്കാം. കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ റീജിയൻ x ഗ്രേറ്റർ ദാൻ d. ഇപ്പോൾ ഇത്തിരി ചെറിയ ക്വസ്റ്റ്യൻ ഒന്നല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ഗ്രേറ്റർ ദാൻ d. അതെവിടെയാണ് സാർ? ഇവിടെ x ഈക്വൽ ടു d. x ഗ്രേറ്റർ ദാൻ d എന്ന് പറയുമ്പോൾ ഈ ഭാഗം, കണ്ടോ? ഈ ഭാഗമാണ് x ഗ്രേറ്റർ ദാൻ d. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് കർവിക്കൂടെ പോയി. സാർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്സലറേഷൻ ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി മാറുമോ? ഇല്ല സാർ. ആക്സലറേറ്റർ ചവിട്ടില്ലെങ്കിൽ ഇവിടെ വെലോസിറ്റി മാറില്ല. അതായത് ഇവിടെ എത്തുമ്പോൾ ഇയാൾക്ക് ഇതായിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അല്ലേ? അപ്പോൾ ഇതേ ഡയറക്ഷനിൽ തന്നെ ഇയാൾ എന്ത് ചെയ്യും? ഇതേ വെലോസിറ്റിയിൽ തന്നെ ഇയാൾ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ക്ലിയർ? യെസ്. ഇനി കണ്ടിന്യൂ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ ഇതേ വെലോസിറ്റിയിൽ ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യും. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഡിയിൽ ഇയാൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനിലാണ്. സോ ഇക്വേഷൻ ഓഫ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. കുറച്ച് പണിയുണ്ട് ഇതിൽ. കർവിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് പരിപാടി തരും. ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വേണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് സ്ലോപ്പ് ഫോം നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിക്കുന്നതാണ്. പോയിൻ്റ് സ്ലോപ്പ് ഫോം ഉണ്ട്. എന്താണ് സാർ? y - y0 ബൈ x - x0 ഈക്വൽ ടു സ്ലോപ്പ്, അല്ലേ? ഈക്വൽ ടു സ്ലോപ്പ് എന്നുള്ളൊരു ഇതുണ്ട്. ഈ ഒരു കാര്യം ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ വേണം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ വേണം. അപ്പോൾ അത് ആദ്യം നമുക്ക് ഉണ്ടാക്കാം. വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇത് ഹൊറിസോണ്ടലി നമുക്കിതാ ഇങ്ങനെ എഴുതാൻ കേട്ടോ. വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ വേണം. അപ്പോൾ ഞാൻ എക്സ് കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടലി എത്ര ദൂരം ട്രാവൽ ചെയ്തു? എക്സ് ദൂരം ട്രാവൽ ചെയ്തു. ഹൊറിസോണ്ടലി എക്സ് ദൂരം ട്രാവൽ ചെയ്തു. ഇവിടെ വരെ എത്തിയപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി ആണ്. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? സാർ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി, അല്ലേ? ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 ഇൻറ്റു ഇവിടെ എത്താനായിട്ടുള്ള സമയം t ചെയ്താൽ മതി.
യെസ് ഓർ നോ? ശരി. ഇനി എനിക്ക് നോക്ക്, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ഹൊറിസോണ്ടലി ഇത്ര ദൂരം ട്രാവൽ ചെയ്തു, വെർട്ടിക്കലിയോ ഇത്രയും ദൂരം വെർട്ടിക്കലി ട്രാവൽ ചെയ്തു അല്ലേ? അപ്പോൾ ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വൈ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുക? അതിന് ഞാൻ വെർട്ടിക്കൽ മോഷൻ വിസിബിൾ അല്ലടാ കേൾക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണം. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എഴുതാണ് എസ് ഈക്വൽ ടു സാറേ ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ വെർട്ടിക്കലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ ഈ ഒരു കോർഡിനേറ്റിന് ഞാൻ ഇങ്ങനെ എഴുതട്ടെ, x0 y0 എന്ന് എഴുതട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ച x0 ആണ് ആദ്യം കണ്ടുപിടിച്ചത്. ഈ ദൂരം x0 ആണ് കണ്ടുപിടിച്ചത്, ഇനി y0 ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ മോഷനിൽ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല സാർ, ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0. പിന്നെ ഹാഫ് ഇൻറ്റു ആക്സലേഷൻ എങ്ങോട്ടേക്കാണ് സാർ? താഴത്തേക്കാണ് അല്ലേ? അപ്പോൾ മൈനസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു QE/m. Q ഇലക്ട്രിക് ഫീൽഡ് E അല്ലേ? യെസ്, E/m ഇൻറ്റു സാർ ഇവിടെ എത്താനായിട്ട് എത്ര സമയം എടുത്തു? അത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ടൈം എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഞാനിപ്പോൾ x0 ടൈംസിൽ എഴുതാണ് കേട്ടോ, അല്ലെങ്കിൽ തൽക്കാലം x എന്നുള്ള ഇതിൽ എഴുതുകയാണ്. ഓക്കെ, x0 എന്ന് D എന്ന് എഴുതുന്നില്ല, തൽക്കാലം x എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, x = x0 = D. അപ്പോൾ ഞാനിവിടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതട്ടെ, x/v0 എന്ന് എഴുതാണ് കേട്ടോ. ടൈം എന്നാണ് x/v0. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ x²/v0². ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തൽക്കാലത്ത് ഓക്കെ ഞാനിവിടെ y എന്ന് തന്നെ എഴുതുകയാണ് കേട്ടോ, y0 എന്ന് എഴുതുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? y-ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ ഒക്കെ എഴുതാം, അവസാനം എഴുതാം. തൽക്കാലം എനിക്കിപ്പോൾ എന്ത് കിട്ടിയെന്ന് പറയാം? സാറേ എനിക്ക് y-ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ കിട്ടി. y എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഓഫ് QE/m ഇൻറ്റു x²/v0². സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സാർ? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ഇങ്ങനെ എഴുതേണ്ട പറഞ്ഞത് കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx. ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ, അപ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടും. ഞാൻ y-ഉം x ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ഐഡിയ കിട്ടട്ടെ. സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുക സാർ? മൈനസ് ഹാഫ് കോൺസ്റ്റൻറ്റ്, QE കോൺസ്റ്റൻറ്റ്, m കോൺസ്റ്റൻറ്റ്, v0 സ്ക്വയർ കോൺസ്റ്റൻറ്റ്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക സാറേ? 2x എന്ന് കിട്ടും. യെസ് ഓർ നോ? ശരി. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ. നമുക്ക് സ്ലോപ്പ് എന്താണെന്ന് കിട്ടി? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയടാ? സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് QEx ഡിവൈഡഡ് ബൈ m v0 സ്ക്വയർ എന്ന് കിട്ടി. ഇത് കിട്ടിയത് നമുക്ക്. ശരി, ശ്രദ്ധിക്കുക, നമുക്ക് എവിടത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ലൈനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിലുള്ള എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഈ ലൈനിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. ഈ ലൈനിൽ ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? x0, അതായത് D എന്ന് ഇട്ട് കൊടുക്കാം അല്ലേ? D എന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈക്വൽ ടു നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എക്സിൻ്റെ പ്ലേസിൽ D എന്ന് ഇട്ട് കൊടുക്കുക, v0². ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടിയല്ലോ. യെസ്, സ്ലോപ്പ് കിട്ടി. ഓക്കെ, ഇനി ഞാനിവിടെ x0 നോക്കടാ. നമ്മൾ x എന്ന് പറഞ്ഞതാ, x0ൻ്റെ വാല്യൂ D ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, y0 കിട്ടണം. എനിക്ക് വൈയുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ y0 കിട്ടണം. y0 കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു QE/മാസ് ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ ഞാൻ എന്തിട്ട് കൊടുക്കണം? D എന്നിട്ട് കൊടുക്കണം. യെസ് ഓർ നോ? യെസ്, D²/v0 സ്ക്വയർ എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാലേ പരിപാടികൾ തീരാറായി കുറച്ചുകൂടെ പണികളുണ്ട്. സ്ലോപ്പ് കിട്ടി. ബാക്കി നമുക്ക് പോയിൻറ്റ് സ്ലോപ്പ് ഫോമിലേക്ക് പോകാം. നമുക്കിങ്ങനെ എഴുതിക്കൂടെ? y - y0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ലോപ്പിന് ഞാൻ m എന്ന് എഴുതട്ടെ, m എന്ന് എഴുതി. y - y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് എടുക്കുമ്പോൾ m ഇൻറ്റു എക്സ് മൈനസ് m ഇൻറ്റു x0 ആയിരിക്കും അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് നമ്മൾ വേരിയബിളായിട്ടും ഈ എക്സും വേരിയബിളായിട്ടാണ് കൺസിഡർ ചെയ്യട്ടോ. ഇക്വേഷനിൽ ഒരു y-ഉം x വേണ്ട, അതാണത്. ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ y - y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് നമുക്ക് കിട്ടി. സ്ലോപ്പ് കിട്ടിയില്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? x കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിതിന് ഇവിടെ എഴുതാട്ടടാ, സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിരത്തി എഴുതി എനിക്ക്. അപ്പോൾ y - y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് എത്ര കിട്ടിയത്? മൈനസ് QED/m v0 സ്ക്വയർ ഇൻറ്റു
എക്സ് വേരിയബിൾ അത് അങ്ങനെ തന്നെ എഴുതാട്ടെ, ഇൻറ്റു എക്സ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ എന്തുള്ളത്, പിന്നെ മൈനസ് ഓഫ്, വീണ്ടും സ്ലോപ്പ് ഇൻറ്റു എക്സ് നോട്ട് ചെയ്യണം. സ്ലോപ്പ് ഇൻറ്റു, ഇവിടെ സ്ലോപ്പിൻ്റെ ഒരു മൈനസ് ഉണ്ട്, അതും കൂടെ പ്ലസ് ആയി. സ്ലോപ്പ് ക്യൂ ഇ ബൈ എം വി നോട്ട് സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യണോടാ, എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്താ, ഇത് നമ്മൾ ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സാക്റ്റ് ആ പോയിൻറ്റിൻ്റെ വാല്യൂസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എക്സ് നോട്ടിൻ്റെ വാല്യൂ എക്സാക്റ്റ് ആ പോയിൻറ്റിൻ്റെ വാല്യൂ എന്താ, ഡി ആണല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഡി ഉണ്ട്, എക്സ് നോട്ടിന് ഡി എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഡി സ്ക്വയർ ആയി. കണ്ടോ, ഇതിൽ നിന്ന് വൈ എന്തായിരിക്കടാ, ശ്രദ്ധിക്കുക, കഴിയാറായിട്ടാ. വൈ എന്ന് പറയുന്നത് വൈ നോട്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, മൈനസ് ക്യൂ ഇ ഡി എക്സ് ബൈ എം വി നോട്ട് സ്ക്വയർ പ്ലസ് ക്യൂ. ഇത് ഇത്രയും ചെയ്യാനുണ്ട് കേട്ടോ, സ്റ്റെപ്പ് കൂടുതലുള്ളതാണ്, ഞാൻ കയ്യിൽ നിന്ന് ഇടുന്നതല്ല. ശരി, വൈ നോട്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, പ്ലസ് വൈ നോട്ട് ആവില്ലേ. വൈ നോട്ടിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. വൈ നോട്ട് നോക്ക്, ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ വൈ നോട്ടിൻ്റെ വാല്യൂ എന്താ, മൈനസ് ഹാഫ് ക്യൂ ഇ ബൈ എം ഡി സ്ക്വയർ ബൈ വി നോട്ട് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതെന്താടാ, ഇതും ഇത് രണ്ടും ഒരുപോലെയല്ലേ, ക്യൂ ഇ ഡി സ്ക്വയർ എം വി നോട്ട് സ്ക്വയർ എം വി നോട്ട് സ്ക്വയർ. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്, കഴിഞ്ഞ പരിപാടി. സോ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, വൈ ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ക്യൂ ഇ ഡി എക്സ് ബൈ എം വി നോട്ട് സ്ക്വയർ. ഇവിടെ എന്താ വരിക, ഇതിൽ നിന്ന് ഇത് പോകുമ്പോൾ പ്ലസ്, ഇവിടെ ഒരെണ്ണം ഇതര, അപ്പോൾ ഒന്നിൽ നിന്ന് അര പോകുമ്പോൾ എന്ത് വരും, ബാക്കി ഒരു അര ഉണ്ടാവും അല്ലേ. ക്യൂ ഇ ഡി സ്ക്വയർ ബൈ എം വി നോട്ട് സ്ക്വയർ, ഒരു ഹാഫും കൂടി ഉണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞിട്ടാ, ഫിനിഷ്ഡ്. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളവരെ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ നിന്ന് ക്യൂ ഇ കോൺസ്റ്റൻ്റ്, ക്യൂ ഉണ്ട്, ഇ ഉണ്ട്, ഡി ഞാൻ പുറത്തെടുക്കട്ടെ. ഓക്കെ, ഞാൻ ക്യൂവിനെ പുറത്തെടുത്തു, ഇനെ പുറത്തെടുത്തു, ഡീനെ പുറത്തെടുത്തു, പിന്നെന്താ, അത്രയും പുറത്തെടുത്തു, ക്യൂ ഇ ഡീനെ പുറത്തെടുത്തു. അതുപോലെ തന്നെ താഴെ എം വി നോട്ട് സ്ക്വയറിനെ പുറത്തെടുത്തു. ഇനി അകത്താരം എന്തുള്ളത്, അകത്ത് എന്തൊക്കെയുള്ളത്, ഇവിടെ ഒരു ഡി സ്ക്വയർ, ഇവിടെ ഒരു ഡി ബൈ ടു ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഡി ബൈ ടു ഉണ്ട്, പിന്നെ ഇവിടെ എന്തുള്ളത്, ഒരു മൈനസ് എക്സ് ഉണ്ട്. ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓപ്ഷൻ ഉണ്ടടാ, ക്യൂ ഇ ഡി ബൈ എം വി നോട്ട് സ്ക്വയർ ഡി ബൈ ടു മൈനസ് എക്സ്. ഓക്കെ എടാ, ഇത് ക്ലിയർ ആണോ, നിങ്ങൾക്ക് ക്ലിയർ ആണോ? നല്ല പണിയുണ്ട് ക്വസ്റ്റ്യനിൽ. 2020-ലും 2019-ലും ജി അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ.